തൈറോയിഡക്ടമി ചെയ്ത ശേഷം നമുക്ക് റേഡിയേഷൻ എടുക്കാം. അപ്പോൾ ബാക്കി സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ അതവർ പറയാൻ കാരണം എൻ്റെ സെർവിക്കൽ ലിംഫ് നോഡിനും വലിയൊരു നോഡ്യൂള്, ആക്സിലയിലും വലിയ നോഡ്യൂള്, അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനുള്ള ചാൻസും ത്രോട്ടും. അപ്പോൾ എൻ്റെ മനസ്സ് മുഴുവൻ പറഞ്ഞു ഇത് മുഴുവൻ സ്പ്രെഡായല്ലോ, ഇത്രയും 6 മാസം കൊണ്ട് ഇതെങ്ങനെയൊക്കെ സ്പ്രെഡായി. എനിക്ക് ആകെ വിശ്വാസം നഷ്ടപ്പെട്ട് ഞാൻ വളരെ കരച്ചിലായി. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ആദ്യം വേണ്ടത് മനസ്സിന് ശക്തിയാണ് വേണ്ടത്. എൻ്റെ എല്ലാ ശക്തിയും അവിടെ വെച്ച് തോർന്നു പോയി. കാരണം തൈറോയിഡിന് മാത്രമേ ക്യാൻസർ വന്നെങ്കിൽ തൈറോയിഡക്ടമി ചെയ്യാം. പക്ഷേ ഇത്രയൊക്കെ ക്യാൻസർ സ്പ്രെഡാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ മനസ്സിന് എൻ്റെ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ ഇളയ കുഞ്ഞിന് 5 വയസ്സും മൂത്ത കുഞ്ഞിന് 7.5 വയസ്സും ആണ് ഉള്ളത്. 2 പെൺകുഞ്ഞുങ്ങളാണ് എനിക്ക്. അപ്പം ഞാൻ വേഗം ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ആകെ തളർന്നു. കൃപാസനത്തിൽ വരാം, കൃപാസനത്തിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. നാളെ ബയോപ്സിക്ക് വരണം, സീനിയർ കൺസൾട്ടൻറ്റ് ഓൺകോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പോൾ ഞാൻ മാതാവിനോട് അലമുറയിട്ട് കരഞ്ഞു പറഞ്ഞു. ഞാൻ ഒന്ന് മാത്രമേ മാതാവിനോട് പറഞ്ഞുള്ളൂ, എൻ്റെ അഹങ്കാരമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ 33 വയസ്സ് വരെ മാതാവേ നീ തിരുക്കുമാരുടെ കൂടെ ജീവിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 5-7 വയസ്സായിട്ടുള്ളൂ. ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ അവരുടെ കാര്യം ആര് നോക്കും?